ഹായ് ഹൈസ് വെൽക്കം ടു ദ റോയൽ ഫുഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ സ്ഥിരമല്ല വല്ലപ്പോഴൊക്കെ ക്ഷീണം കൊണ്ട് കുടിക്കുന്ന ഒരു സാധനമാണ് ലൈം ജ്യൂസ്. അതായത് നമ്മുടെ നാരങ്ങ വെള്ളവും ഇഞ്ചി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടുണ്ടാക്കുന്ന ലൈം ജ്യൂസ്. അപ്പോൾ അത് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം, പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു പീസ് നാരങ്ങ ഒരു 1/4 ഭാഗം നാരങ്ങ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. 1/4 ഭാഗം നാരങ്ങ ഉണ്ട്. അതിനെ നമുക്ക് മിക്സിയിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. കുരുവൊക്കെ വാരി കളയുക, കുരുവൊന്നും ഇട്ടടിക്കരുത്. ഇപ്പോൾ പുളിപ്പ് കുറഞ്ഞ നാരങ്ങയാണെങ്കിൽ ആ ബാക്കി പീസ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് പുളിപ്പ് കുറഞ്ഞ നാരങ്ങയാണിത്, അതുകൊണ്ട് ബാക്കി കൂടെ അതായത് ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തുണ്ട് ഇഞ്ചി ക്ലീൻ ചെയ്ത് എടുക്കുക. മൊത്തം ക്ലീൻ ചെയ്ത് തോല് എല്ലാം മൊത്തം പോകാൻ കണക്കിന് ക്ലീൻ ചെയ്തെടുക്കുക. ഇത്രയും തോല് ഇതിലുണ്ടായിരുന്നതാണ്. ഇനി ഇതിനെ കട്ട് ചെയ്യുക ചെറുതായിട്ട്, അല്ലെങ്കിൽ മിക്സിയിൽ ചിലപ്പോൾ പെട്ടെന്ന് അരയത്തില്ല. മിക്സിയിലോട്ടിടുക ഇത്രയും. ഇനി വേണ്ടത് ഒരു 2 സ്പൂണ് പഞ്ചസാര. ഇപ്പോൾ ഇത്രയായി. ഇതിലോട്ടിനി നമ്മൾ വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ആദ്യം. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചി അരയത്തില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം അരയുന്നുണ്ടോയെന്ന്. കുറച്ചുകൂടെ അരയുണ്ട്, കുറച്ചുകൂടെ ഒരിക്കൽ കൂടെ. ഇപ്പോൾ അരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കലക്കി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ പകുതിയായിട്ടുണ്ട്. ഫുള്ളാക്കാനായിട്ട് വെള്ളം ഒഴിക്കാം ബാക്കി. ഇത് ഐസ് ക്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാവും. ഞാനിപ്പോൾ ഐസൊന്നും ഇടുന്നില്ല, അല്ലാതെയാണ് കാണിക്കുന്നത്. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ഇടുക. ഞാൻ കുറച്ചുകൂടെ മധുരം ഇടുന്നുണ്ട്, മധുരം കുറവാണിതിൽ. അപ്പോൾ നമ്മുടെ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് ഓവറായിട്ട് കഴിക്കുന്നില്ല, എനിക്ക് ജലദോഷമാണ്. അപ്പോൾ ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സംഭവം എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരം മാത്രം നമ്മൾ ഉദ്ദേശിച്ച 2 സ്പൂണാണ് ആദ്യം ഇട്ടത്, പക്ഷേ തികഞ്ഞില്ല. ഒരു 3-3.5 സ്പൂണോളം വേണ്ടി വരും മധുരം. അല്ലാതെ കടുപ്പും കാര്യങ്ങളെല്ലാം, അതായത് ഇഞ്ചിയുടെ എരിവും എല്ലാ സാധനങ്ങളും കറക്റ്റാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. വേറെ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 20 രൂപ 25 രൂപയൊക്കെ വാങ്ങിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഐസും കൂടെ
വീട്ടിൽ ചെയ്യുമ്പോൾ ഐസും കൂടെ ഉൾപ്പെടുത്തുക, എന്നാലേ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോകൾ ഇനി കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് വരും പുതിയ പുതിയ രീതിയിൽ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ജ്യൂസിൻ്റെ വീഡിയോ മാത്രം ഇടണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇനി കുറച്ചുകൂടെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആവും വീഡിയോ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.